എടാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ +2 ഇംഗ്ലീഷ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ടും ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇൻ്റർവ്യൂ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിലുള്ള തന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള ഒരാളിനെ തന്നെ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും 2 വ്യക്തികളുണ്ട്. ഓക്കെ, 3 വേൾഡ് റെവല്യൂഷനകത്ത് നമ്മുടെ ഇർഫാൻ ആലം ഉണ്ട്, ദീദിക്കകത്ത് ഷഹീൻ മിസ്ത്രി ഉണ്ട്. ഓക്കെ, അപ്പം 2 പേരുമാണ് അങ്ങോട്ട് വീണ്ടും മാറി മാറി ചോദിക്കുന്നത്. മേ ബി വേറെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്നിട്ട് ആ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയെ എന്ത് ചെയ്യാമോ, ഇൻ്റർവ്യൂ ചെയ്യാൻ പറയാം. ചില സമയങ്ങളിൽ ചോദിക്കാറുള്ളത് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി 4 ക്വസ്റ്റ്യൻ മാത്രം പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ മാത്രം പ്രിപ്പയർ ചെയ്യുക എന്നാണ് ചോദിക്കാറുള്ളത്. ചില ടൈമിൽ അതിൻ്റെ റെസ്പോൺസും കൂടെ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് നോക്കാം. ഓക്കെ, 4 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. നമുക്ക് ഒരു 2 മിനിറ്റ് കാര്യമുള്ളൂ 4 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ചിലപ്പോൾ അത് 5 6 ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ പറയുന്നോ അത്രയും മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡലായിട്ട് ഇവിടെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് you got a chance to interview Irfan Alam, okay, when he visits your school. നമ്മുടെ സ്കൂളിൽ ഇർഫാൻ ആലം എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടി. ഓക്കെ, പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ്, എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ റെസ്പോൺസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലാക്കിയിട്ട് എന്ത് ചെയ്യാം, വേറെ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസ് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും, എന്നാലും നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആരെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കോമൺ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഇർഫാൻ ആലത്തിന് നമുക്കറിയാം സോഷ്യൽ എൻ്റർപ്രിനർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് 3 വേൾഡ് റെവല്യൂഷനകത്തും അതേപോലെ തന്നെ നമ്മുടെ ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സോഷ്യൽ എൻ്റർപ്രിനർ ആണ് ആരെന്ന് പറയുന്നത്, ഇർഫാൻ ആലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നു, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ എൻ്റർപ്രിനർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനായി. ദെൻ ഹു ഈസ് യുവർ റോൾ മോഡൽ. ഓക്കെ, ദെൻ ക്യാൻ യു ഷെയർ എനി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. ദെൻ അടുത്ത, ഡു യു തിങ്ക് യു ഹാവ് ഫുൾഫിൽഡ് യുവർ ഡ്രീംസ് ഇൻ ലൈഫ്. ദെൻ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു സ്റ്റുഡൻസ്. ഓക്കെ, നോർമലി നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നെക്സ്റ്റ് ജനറേഷനോട് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പറയേണ്ട മെസ്സേജ് എന്താണ്. ഇവിടെ ഇർഫാൻ ആലം എന്ത് ചെയ്യുന്നു, സ്കൂളിലെ പ്രോഗ്രാമിന് വന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻസ് എന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് റെസ്പോൺസ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ എൻ്റർപ്രിനർ. എന്താണ് നിങ്ങളൊരു സോഷ്യൽ എൻ്റർപ്രിനർ ആവാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ എൻ്റർപ്രിനർ ആയത്. ഐ ആക്സിഡൻ്റലി ബിക്കെയിം എ സോഷ്യൽ എൻ്റർപ്രിനർ. ഞാൻ എന്താണ് അവിചാരിതമായിട്ട്, മനഃപൂർവ്വം ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ആയത്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ്. മനഃപൂർവ്വം അല്ല, ആക്സിഡൻ്റലി ഞാൻ എന്ത് ചെയ്തു, ആയിപ്പോയിടാ. ഇത് ആൻസർ നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ, ലോജിക്കലി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ആൻസർ എഴുതാം. ഇത് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, ഇത് എൻ്റെ ആൻസറാണ്. ഓക്കെ, ഇത് എൻ്റെ മൈൻഡിൽ തോന്നിയ ആൻസറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹു ഈസ് യുവർ റോൾ മോഡൽ. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്. അവിടെ ഒരു പേഴ്സണെ നമ്മൾ എടുത്ത് വയ്ക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ആൻസറിൽ കിടന്ന് ഉരുണ്ട് കളിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഐ കൺസിഡർ മൈ ഫാമിലി ആൻഡ് മൈ മെൻറ്റേഴ്സ് ആസ് മൈ റോൾ മോഡൽസ്. എൻ്റെ കുടുംബാംഗങ്ങൾ, ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ വെൽവിഷേഴ്സ്, എന്നെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഞാൻ എന്തായിട്ട് കാണുന്നു, റോൾ മോഡലായിട്ട് കാണുന്നു. ഒരാളുടെ പേര് അവിടെ നമുക്ക് തപ്പാൻ വേണ്ടിയിരുന്ന് എന്ത് ചെയ്യേണ്ട, സമയം കളയേണ്ട കാര്യമില്ല, നോർമലി എഴുതാം. ഓക്കെ, ഇതിനടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്യാൻ യു ഷെയർ എനി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അവിടെ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്, ഇരുന്ന് എന്ത് ചെയ്ത് ഇങ്ങനെ ചെറിഞ്ഞു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഓൾ മൈ ലൈഫ് എക്സ്പീരിയൻസസ് ആർ സ്പെഷ്യൽ ടു മീ. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും എനിക്ക് എന്താണ്, സ്പെഷ്യലാണ്. ഒരെണ്ണം നെറ്റ്പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇല്ല, തീർന്നു. ഓക്കെ, അവിടെ ഒരു ആൻസറായി, നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, അതിനടുത്ത്, ഡു യു തിങ്ക് യു ഹാവ് ഫുൾഫിൽഡ് യുവർ ഡ്രീംസ് ഇൻ ലൈഫ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരാൾ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വീണ്ടും നമ്മളൊന്ന് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും അപ്പുറത്ത് ഉയർന്നൊരു, അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഡ്രീം നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കാഷ്വലി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് നോട്ട് എറ്റ്, ഇതുവരെ ഇല്ല. ഓക്കെ, ഐ ഹാവ് ടു കവർ എ ലോങ് ഡിസ്റ്റൻസ്. എനിക്ക് ഇനിയും എന്ത് ചെയ്യാം, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കാഷ്വൽ റിപ്ലൈ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു സ്റ്റുഡൻസ്. ഓക്കെ, വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങളുടെ മെസ്സേജ്. ഓക്കെ, ഇത് എൻ്റെ ഒരു മെസ്സേജും കൂടിയാണ്. ഓക്കെ, ബി യുണീക്ക്, ഫോളോ യുവർ പാഷൻ ആൻഡ് ലിവ് യുവർ ലൈഫ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ബി ഹാപ്പി എന്നും കൂടെ എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേടാ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ഏതിൽ വേണം എഴുതാം. ഈ ഐ ആക്ച്വലി ബിക്കെയിം എ സോഷ്യൽ എൻ്റർപ്രിനർ എന്ന് പറയുന്നില്ല, ഈ സോഷ്യൽ എൻ്റർപ്രിനർ എന്ന് പറയുന്ന സാധനം മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് ഇനി ഇൻ്റർവ്യൂ ചെയ്യുന്ന വേറൊരാളെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫീൽഡിലെ ആ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അവിടെ അതും നിങ്ങൾക്ക് കോമൺ റിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കോമൺ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
ഇനി നോർമലി ഒരു ഇൻ്റർവ്യൂ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പോയ ഒരു 6 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ജനറലി നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? നമ്മൾ നേരത്തെ ആൻസർ കണ്ടതാണ്. അടുത്ത ഡു യു എൻജോയ് ദിസ് കരിയർ? ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ലേ? ഈ ഒരു കരിയർ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഐ എൻജോയ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് എഴുതുക, വേറെ ഒന്നുമില്ല അതിനകത്ത്. ടെൽ മീ അബൌട്ട് എ ചലഞ്ച് യു ഹാവ് ഫേസ്ഡ് അറ്റ് വർക്ക്. ഓക്കെ, ഇനി നിങ്ങളുടെ എന്താണ് പ്രൊഫഷനിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചിനെ കുറിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതാം. ക്യാൻ യു ടെൽ സംതിങ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്? ഓക്കെ, കുട്ടിക്കാലത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, എന്തെങ്കിലും ഇൻസിഡൻറ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അടുത്ത വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ? ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിൽ ഇപ്പം ഇർഫാൻ ആലം വന്നാലും ഷഹീൻ മിസ്ത്രി വന്നു കഴിഞ്ഞാലും നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, ഇതങ്ങ് ചോദിക്കാം. കാരണം രണ്ടുപേരും സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ആണ്. സോ ഈ സാധനം എന്ത് ചെയ്യാം, ചോദിക്കാം. ഇതും എന്ത് ചെയ്യാം, ആൻസറായിട്ട് എഴുതാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സിമ്പിൾ ഏടാ. ഇൻ്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കും. നമുക്ക് 4 മാർക്കിന് ചോദിച്ചാൽ 4 മാർക്ക് നമ്മൾ മേടിക്കും. ഇനി അഥവാ 5 മാർക്കിനോ 6 മാർക്കിനോ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ മാർക്ക് എന്ത് ചെയ്യും, നമ്മൾ മേടിക്കും. ഓക്കെ, അപ്പം ഇനി ഈ ഒരുപാട് ഡിസ്കോഴ്സ് ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിനുള്ള. ആ ഡിസ്കോഴ്സ് ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കാണുക, പഠിക്കുക. ഓക്കെ, എക്സാമിന് നല്ല മാർക്ക് എന്ത് ചെയ്യുക, മേടിക്കുക. ഓക്കെ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഇനിയുള്ള എക്സാംസിനും നോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനകത്ത് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.